തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പുനർനിർമ്മിക്കുന്ന ഭവന സമുച്ചയത്തിന്റെ തറക്കല്ലിട്ടു. AJ കോംപ്ലക്സിലെ ജീർണാവസ്ഥയിലായ പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ ഭവനങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പുനർനിർമ്മിക്കുന്ന 20 ഭവനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. 1993 പുതുക്കുറിച്ചിയിലെ ഒരു മനുഷ്യസ്നേഹി നിർമ്മിച്ചു നൽകിയ AJ കോംപ്ലക്സിലെ 20 വീടുകൾ കാലപ്പഴക്കത്താൽ ഏറെ ജീർണാവസ്ഥയിലായ വീടുകൾ പലതും ഏത് നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലായിരുന്നു. ലൈഫ് പദ്ധതിയിലടക്കം വീടിനായി അപേക്ഷിച്ചിട്ടും ഫലമുണ്ടായില്ല. ഗ്രാമപഞ്ചായത്ത് അംഗം കബീറിന്റെ ഇടപെടലുകളെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇതോടെയാണ് ഇവരുടെ കണ്ണുനീരിന് ആശ്വാസമായത്. വാസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത ഭവനമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വീട് നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായത്. ആ സമയത്താണ് നമ്മുടെ ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ്, വീട് നഷ്ടപ്പെട്ട, കടക്ഷോഭം മൂലം നഷ്ടപ്പെട്ട ഒരു കുടുംബവും വഴിയാധാരമാകാൻ പാടില്ല. അതിന്റെ ഭാഗമായി ഭവന നിർമ്മാണ പദ്ധതി പുനർവേഗം 2500 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ചു. ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പൊ പുതിയ ഫ്ളാറ്റിനും പുതിയ വീടിനും ലൈഫ് മിഷൻ വഴി കൊടുക്കുന്ന വീടുകളും എല്ലാം നമ്മൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനു കൂടി പ്രാധാന്യം കൊടുക്കണം. സർക്കാരിന്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലമാണ്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ബഡ്ജറ്റിൽ ഇനിയൊരു പ്രൊജക്ട് വെക്കാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷവും ഈ വർഷവും അതിനുള്ള കുറച്ച് പണം നമുക്ക് വെച്ചിട്ടുണ്ട്. ആ പണത്തിൽ നിന്നാണ് നമ്മൾ ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറിയാൽ അടുത്ത വർഷം വലിയ തോതിൽ തന്നെ ഇത്രയും പഴയ വീടുകൾ മാറ്റി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. സംസ്ഥാന സർക്കാരും കഠിനംകുളം ഗ്രാമപഞ്ചായത്തും 90 ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് 20 ഭവന സമുച്ചയം ഒരുക്കുന്നത്. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും 20 ലക്ഷം രൂപയും അനുവദിക്കും. 38.64 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഓരോ വ്യക്തിഗത ഭവനത്തിലും ഒരു ഹാൾ, 2 ബെഡ്റൂം, ഒരു അടുക്കള, ഒരു ടോയ്ലറ്റ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗവൺമെന്റ് കോൺട്രാക്ടർ രഘു സിക്കാണ് നിർമ്മാണ ചുമതല. 1 വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തലസ്ഥാന വാർത്തകൾ, കഠിനംകുളം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് അറേബ്യനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.